ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആ ഫൺസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ റമദാന് ഡേ 3 ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അടുക്കളയിൽ എത്തിയപ്പോൾ തന്നെ കുറച്ച് ടൈമായിട്ടുണ്ടായിരുന്നു. വേഗം തന്നെ കറി ഉണ്ടാക്കാൻ വേണ്ടി നോക്കി. ആദ്യം ഞാൻ ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് സവോളയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളിയും പിന്നെ പച്ചമുളക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളിയാണ് വേണ്ടത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ റമദാൻ മാസത്തിലൊക്കെ ഞാൻ കുറച്ച് കറി അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ ഇങ്ങനെ വെക്കണം കേട്ടോ. പിന്നെ നമുക്ക് ആ ഒരു നോമ്പ് തുറക്കുന്ന ടൈമിൽ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ പണി എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ്റെ ഈ ഒരു മസാല. ഇനി നമുക്ക് അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഗ്രേവി ഇല്ലാണ്ടാണ് ഉണ്ടാക്കിയത്, അപ്പോൾ കുറച്ച് കറിയൊക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോമ്പിൻ്റെ ആ ഒരു ടൈമിലൊക്കെ നമുക്ക് പണിയൊക്കെ ഭയങ്കര എളുപ്പത്തിൽ ആവും കേട്ടോ. പിന്നെ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇനിയിപ്പം അതൊന്ന് തിള വരുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ എടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ മിക്സിയിലിട്ടിട്ട് അരച്ചിട്ടൊന്ന് തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ഇടയ്ക്കൊന്ന് നോക്കിയതാണ് കേട്ടോ, ചിക്കനൊക്കെ വിട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ. ഇപ്പോൾ ഏകദേശമൊക്കെ ചിക്കനൊക്കെ സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഹെൽത്തിന് അത്ര നല്ലതൊന്നും അല്ല, നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന ഫുഡ് അത്ര നല്ലതല്ലല്ലോ. പക്ഷെ നമുക്ക് ഈ ഒരു റമദാൻ മാസത്തിൽ പ്രത്യേകിച്ച് ഇപ്പം ഭയങ്കര ചൂടാണ്, അപ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ജ്യൂസിനുള്ളതും കൂടി എടുക്കുകയാണ്. ഇപ്പോൾ ഇന്ന് മുന്തിരി ജ്യൂസ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് മുന്തിരി എടുത്തും കൊണ്ട് അത് അല്ലിയൊക്കെ ഇങ്ങനെ വേറിട്ടിട്ട് ഒന്ന് കഴുകി എടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സാധാരണ നോർമലായിട്ടാണ് മുന്തിരി ജ്യൂസ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവിടെ വേവിച്ചിട്ട് നമ്മൾ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മുന്തിരി വേസ്റ്റ് ഒന്നും വരില്ല. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്ന ടൈമിലാവുമ്പോൾ കുറച്ചധികം വേസ്റ്റ് മുന്തിരി ആവും കേട്ടോ. അപ്പോൾ അത് ആ മുന്തിരിയൊക്കെ ഓരോന്ന് ഇതാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് ജ്യൂസ് അടിക്കണം. അപ്പോൾ അതിനെക്കാട്ടിലും മുന്നേ ഇവിടെ ചിക്കൻ കറി ഇതവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലുണ്ടല്ലോ, അതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ ഒരുപാട് തിളയുടെ ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊരു തിള വന്നു കഴിഞ്ഞാൽ നമുക്കത് നിർത്താം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ ഈ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിലുണ്ട്, ഒന്ന് ആവശ്യമുള്ളവരൊന്ന് കയറി കാണും കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു ചെറിയൊരു തിള വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് ജ്യൂസ് ഉണ്ടാക്കണം. നോമ്പ് തുറക്കുമ്പോൾ ഏകദേശം ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ ജ്യൂസിൻ്റെ പരിപാടിയിലേക്ക് പോവുകയാണ്. ഇനി ഈ ജ്യൂസിലേക്ക് അല്പം മാത്രം ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം മുന്തിരി എന്തായാലും പൊളി ഉണ്ടാവും. അപ്പം കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നോർമലി നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് വാട്ടറാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതവിടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. ഇതപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അവിടെ അടുക്കളയൊക്കെ കിടക്കണ കോലം. നമ്മൾ പണി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്താ എവിടെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതാ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അരിപ്പയിലിട്ടിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കൈ കൊണ്ട് നിരട്ടി കൊടുക്കലുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ കൈ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണോ അല്ലെങ്കിൽ തവി കൊണ്ടൊക്കെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. പക്ഷെ നമ്മൾ കൈ കൊണ്ട് ചെയ്യുമ്പം കുറച്ചും കൂടി നീര് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ജ്യൂസ് ഉണ്ടാക്കിയെടുത്തത്. പിന്നെ അത് അങ്ങോട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 10 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് തരിക്കഞ്ഞി ഉണ്ടാക്കണം. അപ്പോൾ തരിക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യിൻ്റെ തീർന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യിൻ്റെ കുപ്പിയിൽ തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കിസ്മിസൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത് നല്ലോണം വഴന്ന് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ഞാനിപ്പോൾ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. ശരിക്കും തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിനെക്കാട്ടിലും മുന്നേ നമ്മൾ റവ ചേർക്കണം കേട്ടോ.
റവ ചേർത്തതിന് ശേഷമാണ് തേങ്ങാപ്പാൽ ഒഴിക്കേണ്ടത്. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ ഒരുപാട് അങ്ങോട്ട് തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പക്ഷേ ഇതിലിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ അതിൽ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഡിലീറ്റ് ആയി പോയിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ റവയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെറിയൊരു തിള വന്നതിന് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഇപ്പുറത്തെ സൈഡ് ഉമ്മ ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ നഗറ്റ്സ് പൊരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ലുലുവിൻ്റെ ഇതിൽ പോയപ്പം ഓഫർ ഉണ്ടായിരുന്നു ഇതിന്, അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഓഫറിൽ നമുക്കിത് കിട്ടി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ നോമ്പ് തുറയുടെ ഐറ്റംസ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ചധികം വെള്ളം കുടിക്കണം. എനിക്ക് കുറച്ച് വെള്ളം കൂടുതൽ കുടിക്കണം എന്നുള്ള ആളാണ് കേട്ടോ. ഫുഡിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് ലൈമും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ നഗറ്റ്സിൻ്റെ ഇതാണ് കേട്ടോ, ഈ ഒരു ബ്രാൻഡിൻ്റെയാണ് നഗറ്റ്സ് മേടിച്ചത്. അത്യാവശ്യം ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും ഐറ്റംസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.